ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വെറൈറ്റിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml വരുന്ന കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിന്നെ ഞാൻ പറയട്ടെ, ഇതിനിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവൊന്നും ഇല്ല കേട്ടോ. ഒരു പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നന്നായി വറ്റിച്ചെടുക്കണമെന്ന് മാത്രം കേട്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഒരു പാകത്തിനല്ലേ വെള്ളം എടുക്കുക. ഇതങ്ങനെയൊന്നുമില്ല. നമുക്ക് കൂടുതൽ വെള്ളം എടുത്താലും നന്നായി വാട്ടിയെടുക്കണം എന്നുള്ളൂ. നന്നായി കുറുക്ക് പോലെ ആവരുത്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പത്തിരിക്ക് മാവ് കുഴക്കണ പോലെ തന്നെ കുഴയ്ക്കുക. അതേപോലെ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ പൊടിയൊക്കെ ഞാൻ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. വെള്ളം അധികം അങ്ങോട്ട് കൂടരുത്. എന്നാലും കൂടിയാൽ തന്നെ നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു സബോള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില, ഒരു 100 ഗ്രാം ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഫില്ലിങ്സ് തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പം വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. സബോള ഞാൻ ചെറിയ പീസായിട്ടാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ എത്ര സബോള എടുക്കണമെന്ന് വെച്ചാൽ അതേപോലെ ചെറിയ പീസാക്കിയിട്ട് വേഗം തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം പെട്ടെന്ന് നമ്മൾ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നമുക്ക് നന്നായി വാടണ്ട, ഒന്ന് സബോളയൊക്കെ ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ ഐറ്റംസും ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണം മാറണ വരെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഈ മിക്സ് ഒന്ന് സെറ്റ് ആവും കേട്ടോ. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ട പൊരിച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ ഉള്ള കാരണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, ഒരു 100 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നന്നായി വേവിച്ചതിന് ശേഷം ഇതുപോലെ നുള്ളി ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മസാലയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി വെച്ചതിന് ശേഷം തുറന്നപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടോ. ഉപ്പൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയതിന് ശേഷം അത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മുടെ മാവ് ഒന്ന് കുഴച്ച് നമുക്കൊന്ന് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് മീഡിയം പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ഞാൻ കുഴച്ച് സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാവ് 2 സെക്ഷനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് മൈദപ്പൊടി അങ്ങനെ ജസ്റ്റ് ഒന്ന് തൂളി കൊടുത്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പരത്തി കൊടുക്കുക പറഞ്ഞാൽ ചപ്പാത്തിയുടെ പാകത്തിന്
നമ്മൾ എന്താ പറയുക, കനം കുറച്ച് അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമ്മുടെ ഈ ചപ്പാത്തി കോലുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അരിഭാഗവും അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് സെറ്റാക്കുക വേണ്ട കേട്ടോ. നന്നായി നൈസാക്കരുത്, അപ്പോൾ അരിപ്പൊടി ആയ കാരണം തന്നെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട ഞാനിങ്ങനെ ആക്കിയപ്പോൾ സെൻറ്ററൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ സെറ്റപ്പ് ആയിട്ടുണ്ട്, മതി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കിണ്ണത്തിൽ ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഇതില്ലേ, ഇത് പരത്തിയത് ഞാൻ രണ്ടെണ്ണത്തിനുള്ളതുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ നമ്മുടെ ഈ കിണ്ണത്തിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി നമ്മളൊരു കഷ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു സെക്ഷൻ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനും കൂടി നമുക്ക് ഇതിൻ്റെ ഈ പാകത്തിൻ്റെ കുറച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ മാവിലിങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ ജസ്റ്റ് നന്നായി പരന്ന് കിട്ടും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് കോലുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ എടുക്കുക വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് പരത്തിയത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ചൂടാറിയിട്ടുണ്ടല്ലോ നമ്മുടെ ഫില്ലിങ്സ് നമ്മുടെ ഈ മാവിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നടുക്കിൽ സെൻറ്ററിലാക്കിയിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് തന്നെ നമ്മുടെ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ പലഹാരത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തമായിട്ടുള്ള മിക്സ് ഞാൻ ഇതിൽ പരത്തിയതിന് ശേഷം നമ്മൾ അടുത്ത് പരത്തി വെച്ചിട്ടുള്ളത് നമ്മുടെ കിണ്ണത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് മുകളിലാക്കിയിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ. കിണ്ണത്തിൽ ഞാൻ മൊത്തം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പലഹാരം എന്ന് പറഞ്ഞാൽ അടിപൊളി പലഹാരമാണ് കേട്ടോ. അത് വെറൈറ്റി ആയിട്ട് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് അവരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം സെറ്റായതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പ് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇത് ആവി കയറ്റിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ആവി കയറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ അതായത് ഞാൻ മൊത്തമായിട്ട് തട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിയൊക്കെ വാട്ടിയ കാരണം അധികം അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്സും ഒക്കെ അത് വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അതേ പലഹാരം കണ്ട അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ സംഭവത്തിന്. അപ്പോൾ അതേ ചൂടാറാൻ ഞാൻ വെച്ചിട്ടുണ്ട്. വല്ലാത്ത ക്ഷമയൊന്നും ഇല്ല ഇവിടെ, കാരണം അടിപൊളിയാണ്. ഇത് പെട്ടെന്ന് മുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിങ്ങിലാണ് എല്ലാവരും. അപ്പോൾ അതേ ചൂടൊക്കെ അറിയതിന് ശേഷം ഞാൻ കത്തിയൊക്കെ എടുത്തൊന്ന് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒരൊറ്റ തട്ടല തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വെന്ത കാരണം തന്നെ നല്ല സിമ്പിളായിട്ട് കിട്ടി. എന്താ കണ്ട, നമുക്കത് ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. ഉള്ളിലെ ഫില്ലിങ്സും ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. സോസ് ഉണ്ടെങ്കിൽ സോസ് മുക്കി കഴിക്കാനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.